മാലിന്യം പൊതുയിടങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കി പൊന്നാനി നഗരസഭ. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളിയ വാഹനോടമയ്ക്കെതിരെ പിഴ ചുമത്തി. പൊതുയിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നതിന് അറുതി വരുത്താൻ കർശന നടപടിയുമായി പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം രംഗത്ത്. ഇതിന്റെ ഭാഗമായുള്ള നൈറ്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം സജീവമാക്കി. ഹാർബർ, കനോലി കനാൽ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ പള്ളപ്രം പാലത്തിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ഉൾപ്പെടെ കനോലി കനാലിലേക്ക് തള്ളിയ ബൈക്ക് യാത്രക്കാരിൽ നിന്നും പിഴ ഈടാക്കി. മഴക്കാലം ആരംഭിക്കാനിരിക്കെ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത കണക്കിലെടുത്താണ് സ്ക്വാഡ് ഊർജിതമാക്കിയത്. നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ നടക്കുന്നുവെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജിറുൾ പറഞ്ഞു. തോടുകൾ, ഓടകൾ എന്നിവ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും വാർഡ് സാനിറ്റൈസേഷൻ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ വാർഡ് തല ശുചീകരണവുമാണ് നടക്കുന്നത്. അതേസമയം പൊതുയിടങ്ങളിലെ മാലിന്യനിക്ഷേപം തടയാൻ നാട്ടുകാർ സഹകരിക്കണമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് സ്ക്വാഡുകൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി നടന്നു വരികയാണ്. ബൈക്കിൽ വന്നിട്ട് മാലിന്യം കനോലി കനാലിലേക്ക് എറിയുന്ന രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ പിടികൂടിയത്. അതുപോലെ തന്നെ മറ്റൊരു വാഹനവും, ഒരു ടെമ്പററി രജിസ്ട്രേഷനുള്ള വാഹനവും ഈ മാലിന്യം കൊണ്ടുവന്ന് ഇടുന്നതായിട്ട് നമ്മുടെ ആരോഗ്യ വിഭാഗം പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തു വരുന്നുണ്ട്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 140ഓളം തോടുകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള തോടുകൾ കൂടി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. പ്രിയപ്പെട്ട ജനങ്ങൾ ഇതുമായി സഹകരിച്ചുകൊണ്ട് ഈ വരുന്ന മഴക്കാലത്ത് മാലിന്യ സംസ്കരണത്തിൽ മാലിന്യം ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. വളരെ കർശനമായ നടപടികൾ അത്തരത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും നഗരസഭയുമായി ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും അവരവരുടെ ആരോഗ്യം, നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.